PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മലയാളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ, എക്സാമിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കഴുത്ത് എന്ന പദത്തിന്റെ പര്യായ പദം ഏതാണ്? കഴുത്ത് എന്നതിന്റെ പര്യായം ഓപ്ഷൻ ഡി ആണ് ഗളം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്തെഴുതുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് മുളയിലറിയാം വിള. അടുത്തത്, ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന ചൊല്ലിന് സമാനമായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. അടുത്തത്, ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏത്? ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ് തൊണ്ട ഇടറി. തൊണ്ട അധികം ഇടറിയാണ് തൊണ്ട ഇടറി. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഏതാ ശരിയായ പദം? ഓപ്ഷൻ ബി ആണ് പാദസരമാണ്. പാദസരം. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ് ലൗകികം. ലൗകികം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് സർവനാമം. സർവനാമം. പാദധൂളി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. പാദധൂളി എന്ന് പറയുന്നത് എന്താണ്? പാദത്തിലെ ധൂളിയാണ് പാദധൂളി. നീചം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. നീചം എന്നതിന്റെ വിപരീത പദം ഓപ്ഷൻ എ ആണ് ഉച്ചമാണ്. ഉച്ചം. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ആര്? പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ഓപ്ഷൻ ഡി ആണ് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് മലയാളത്തിലെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എളുപ്പമുള്ളത് തന്നെയായിരുന്നു മലയാളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയിരുന്നു പരീക്ഷ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് ബാക്കി ആൻസേഴ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്